നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ രാത്രി സമയത്ത് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില ആളുകൾക്ക് രാത്രി സമയത്ത് കൂടുതൽ തുമ്മലുണ്ടാവും, ശ്വാസമുട്ടലുണ്ടാവും, ചുമ കൂടുതലായിട്ടൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യമായിട്ട് വേണ്ടത് അരി ഭക്ഷണം നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതിന് പകരം ചപ്പാത്തി, ഓട്സ്, അതുപോലെ തന്നെ റാഗി ഒക്കെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് നിങ്ങൾ രാത്രി സമയത്ത് കഴിക്കുന്ന ഒഴിവാക്കുക. അതിന് പകരം രാവിലെ ഉച്ചക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പുളിയുള്ള ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് രാത്രി സമയത്ത് കഴിക്കുന്ന ഒഴിവാക്കുക. അതുപോലെ തന്നെ പുളിയുള്ള കറികളാണെങ്കിലും നിങ്ങൾ രാത്രി ഒഴിവാക്കുക. പ്രത്യേകിച്ച് മീൻകറി, സാമ്പാറൊക്കെ ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയ എന്തെങ്കിലും ഫുഡ്, ചിക്കൻ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കറി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക. ഒരു 7 മണിയാകുമ്പോൾ നിങ്ങൾ ഫുഡ് കറക്റ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. രാത്രി 7 മണിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 9 മണിക്കാകുമ്പോൾ ഒരു 14 മണിക്കൂർ ഫാസ്റ്റ് ചെയ്ത എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതുവഴി തന്നെ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയുന്നുണ്ട്. അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കുറയാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തണുപ്പുള്ള ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ പാലും പാൽ പ്രൊഡക്ട്സും പ്രത്യേകിച്ച് തൈരാണെങ്കിൽ പോലും നിങ്ങൾ രാത്രി സമയത്ത് കഴിക്കരുത്. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് കഫത്തിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കൂടാൻ അത് പ്രധാനപ്പെട്ട കാരണമാവുന്നുണ്ട്. എന്നാൽ നമ്മൾ കുടലിന്റെ ആരോഗ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും വേണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള സാലഡ്സ് ആ സമയത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഉള്ളി, ക്യാരറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് സാലഡ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് രാത്രി സമയത്ത് കഴിക്കാവുന്നതാണ്. ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ നോക്കുക. കാരണം ലേറ്റ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും നമ്മുടെ അലർജി മാത്രമല്ല നമ്മുടെ ബ്രെയിൻ എഫക്ട് ചെയ്തൊരു ഡിപ്രഷൻ ഉണ്ടാക്കാനും ഈവൻ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആസ്മ ഒക്കെ ട്രിഗർ ചെയ്യാനും ഇത് കാരണമാവുന്നുണ്ട്. ഇത് മാത്രമല്ല കൂടുതലായിട്ട് അലർജി ട്രിഗർ ചെയ്യാനും ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നതിലൂടെ നമ്മുടെ അലർജി, ആസ്മ ഒക്കെ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. മാക്സിമം ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതും നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. നല്ല ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള റിപ്പയർ ഒക്കെ നന്നായിട്ട് നടക്കുകയുള്ളൂ. നല്ല റിപ്പയർ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡി തന്നെ കുറയ്ക്കുന്നതാണ്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെ തന്നെ സ്റ്റേബിൾ ആക്കാനും അലർജി, ആസ്മയൊക്കെ ട്രിഗർ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കാനും പറ്റുന്നതാണ്. പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതും കൂടി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. രാത്രി സമയത്ത് അലർജി കൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്ന് തന്നെ അവർക്ക് ഷെയർ ചെയ്തോളൂ.